അപ്പം കൊറിയായിരിക്കും. കൊറിയ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു രസകരമായ ചാലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. Who know me better? അപ്പോൾ ഇന്ന് ആദ്യമായി ചോദ്യം ചോദിക്കാൻ പോകുന്നത് നമ്മുടെ അൻസിയാണ്. അപ്പം നമുക്ക് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈ ഡ്രീം വെക്കേഷൻ ഡെസ്റ്റിനേഷൻ? എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ്. വെക്കേഷൻ ഡെസ്റ്റിനേഷൻ, ഡ്രീം വെക്കേഷൻ ഡെസ്റ്റിനേഷൻ. ഓക്കെ, പറ. പറ. കൊറിയ. കൊറിയ കൊറിയ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കൊറിയ. അഞ്ച് ഡ്രീം പ്ലേസ് എന്ന് പറയുമ്പോൾ കൊറിയയിലോട്ടാണ് ആദ്യം പോകുന്നത്. എല്ലാവരുടെ ഞാനത് ആദ്യം പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മാർക്ക്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈ വിയർഡ് ഹാബിറ്റ്? ഇത് എളുപ്പമൊക്കെ ചോദിക്കാം. സോറി ഗായ്സ്, ഞാനെപ്പോഴും ടഫ് പിടിക്കാറാണ്. നമ്മൾ വേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ മോട്ടിവേഷൻ കഴിഞ്ഞു, ഈ വീഡിയോയിൽ എൻ്റെ ടഫ് ക്വസ്റ്റ്യൻ. പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കും. എനിക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ എടുത്തു. എന്നാലും ഇടയ്ക്കിടയ്ക്കുള്ളൊരു ഒരിതാണ് ഇങ്ങനെ നമ്മൾ പറയുന്നതിൻ്റെ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ പറയും. ഇതാവണം. ഒരു സ്കൂൾ ഇടവിൽ പോയതാണ്. ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒരാൾ ലിസണർ ആയിരിക്കും, ഒരാള് എന്തുവരും, ഒരാള് മോസ്റ്റ് ടോക്കിംഗ് ആയിരിക്കും, മറ്റേ ആള് ഒന്നും അറിയാതിരിക്കുന്ന ആ ആളാണ് ഞാൻ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വല്ലാത്ത താങ്ക് യു. വാട്ട് ഈസ് മൈ മോസ്റ്റ് യൂസ്ഡ് ആപ്പ്? ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ആപ്പ് ഏതാ? എളുപ്പം ഇൻസ്റ്റഗ്രാം. കറക്റ്റ്. രണ്ടുപേരും ഭയങ്കര എളുപ്പമുള്ള ചോദ്യമായിരുന്നു. വീണ്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ മാർക്കാണ്ട്. ചൈനയാണ് ഞങ്ങൾ ഒരു മാർക്ക്. വാട്ട് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഡ്രീം? തായ്ലാൻഡിൽ ഏകദേശം പോസിബിലിറ്റി ഉണ്ട്. പറയട്ടെ, സ്ഥലത്ത് പറഞ്ഞാൽ ഏകദേശം കറക്റ്റാണ്. ഫോറിൻ കൺട്രീസിൽ പോയി സെറ്റിൽ ആവണം. ഓക്കെ. എൻ്റെ ഹിഡൻ ടാലൻറ്റ്. വാട്ട് ഈസ് മൈ ഹിഡൻ ടാലൻറ്റ്? ഇവിടെ ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവരും. ഒരിക്കലും അതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റാത്ത കണക്കത്തെ ഒരു ക്വസ്റ്റ്യൻ. അതായിരിക്കും ചോദിക്കുന്നത്. അതായിരിക്കും. എന്തോ ഞങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങളെന്തോ പറഞ്ഞേ? ഫ്രൂട്ടാ. എത്ര കിട്ടിയാലും കഴിക്കുന്ന ഉള്ളൊരു ഫ്രൂട്ട് അറിയാൻ നോക്കട്ടെ. ആപ്പിൾ ആയിരിക്കും. വാട്ടർമെലൺ. ബേസിക്കലി ഫ്രൂട്ട്സ് എല്ലാം ഇഷ്ടമാണ്, പക്ഷെ കുറച്ചുകൂടി ഇഷ്ടം ആപ്പിൾ. ഷാനാത്ത മുന്നിൽ നിൽക്കുന്നു. ഷാനാത്താണ് മുന്നിൽ. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ആരാ? ഷാനാത്ത. അപ്പോൾ ഞാനാണ് ചോദിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആപ്പ് പ്രതിലിപി. കഥ വായിക്കുന്നത് എപ്പോഴും ഓരോ കഥകൾ എനിക്കറിയാം. ശബാനത്തോടെ തല തിരിഞ്ഞിരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ അമ്മയെ മാറ്റി. സത്യം, ശബാനത്തോടെ തല തിരിഞ്ഞിരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞാൻ ഐ ഗെയിം വിൻ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു. അത് ഒരു തോൽവികളൊക്കെ ആർക്കും പറ്റും അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഐസ്ക്രീം. ഐ തിങ്ക് എൻ്റെ രീതി പറഞ്ഞാൽ ചോക്ലേറ്റ്. ഞാൻ പറയുന്നു സ്ട്രോബെറി.
ഞാൻ എത്ര ഭാഗം പറ്റും 3 പോയിന്റ് എനിക്ക് 1 പോയിന്റ്. അതിനങ്ങോട്ട് തുടങ്ങിയതല്ലേ ഉള്ളൂ. അതാണ് കാണാം. എൻ്റെ ഫേവറേറ്റ് ഹോബി. പ്രതിലിപി വായിക്കുന്നതാണോ? അതൊരു ഹോബിയാണ്. ഫേവറേറ്റ് ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നതാണോ? നമുക്ക് എപ്പോഴും എനിക്കൊരു പോയിന്റും കൂടി. അതെല്ലാവർക്കും അങ്ങനെയാണല്ലോ. എനിക്കും അത് ഇഷ്ടം. ഓക്കെ ഒരു മലയാളിയുടെ അടുത്ത് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ആദ്യത്തേത് ഫോണിൽ കളിക്കുന്നത്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എപ്പോഴും എന്നുവെച്ചാൽ എപ്പോഴും ഞാൻ സംസാരിക്കുന്ന ആ ഒരു കാര്യം, ഞാൻ എപ്പം നിങ്ങളെ കണ്ടാലും ആ ഒരു കാര്യം വരാറുണ്ട് എൻ്റെ സംസാരം. കല്യാണം കാര്യമാണ്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ ഈ ഇന്റർനാഷണൽ കാര്യങ്ങൾ എല്ലാ കാര്യവും പറഞ്ഞു തീർക്കാറുണ്ട്. ഒരു കാര്യത്തിൽ കയറിയാൽ മറ്റേ കാര്യം എല്ലാവർക്കും അതാണ്. പക്ഷെ എന്നാലും കോമൺ ആയിട്ട് എപ്പോഴും കാണുമ്പോഴും വരുന്നൊരു ആ കാര്യം ഏത് കാര്യം മനസ്സിലായില്ല. അങ്ങനെ കൊണ്ട് കഥ വല്ലതാണ് കോമൺ ആയിട്ട് എപ്പോഴും കാണുമ്പോൾ പറയുന്ന കാര്യം കാര്യം എന്തെങ്കിലും വാക്ക് അങ്ങനെയല്ല, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റാണ്. ആ ഒരു എപ്പോഴും പറയൂ. നമ്മളിപ്പോൾ എപ്പോഴും കാണുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യാം ഒരു കാര്യം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നമ്മളിന്ന് വീഡിയോ എടുക്കാമെന്ന് പറയാം, ഇന്ന ദിവസം വീഡിയോ എടുക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യം ഇതായിരിക്കും. നേഴ്സിംഗ് ആയിട്ട് കുറച്ച് റിലേറ്റഡ് ഉണ്ട്. കോളേജ് ഉണ്ടോ? ഒരു പോയിന്റ്. ആലോചിച്ച് പോയി. വല്ലാത്ത ക്വസ്റ്റ്യൻ. അത് ഇച്ചിരി എനിക്ക് ആദ്യമേ മനസ്സിൽ വന്നു ഇച്ചിരി ആലോചിക്കാൻ. കാരണം ഇപ്പോഴല്ലേ പോവാൻ തുടങ്ങിയത്. നേരത്തെ മുതൽ അങ്ങനെ ആയിരുന്നു ഞാനത് പറഞ്ഞത്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. ഫേവറേറ്റ് കളർ ഉണ്ട്. ഭയങ്കര എളുപ്പമായി പോയി. എൻ്റെ ഫേവറേറ്റ് കളർ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഒരു ദിവസമെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ, പിങ്ക്, ബ്ലാക്ക്, ബ്ലൂ, യെല്ലോ, പർപ്പിൾ. ഓക്കെ റെഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോയി. ഇപ്പം എൻ്റെ ക്വസ്റ്റ്യൻസ് തീർന്നു. ഞാൻ അടുത്ത ശബി ചോദിച്ചു. അടുത്ത ശബിയാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പൊട്ടത്തരങ്ങളൊന്നും അല്ലാതിരുന്നാൽ മതി. എന്റെ കണക്ക് ബുദ്ധിയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കേട്ടല്ലോ നമ്മൾ. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ഇൻട്രോവേർട്ട് ആണ് എക്സ്ട്രോവേർട്ട് ആണ്? ഞങ്ങളുടെ അടുത്ത് എക്സ്ട്രോവേർട്ട് ആണ്. ഇൻട്രോവേർട്ട് ഉറപ്പാണ്. കറക്റ്റ് ആണ്. ആരോട് അങ്ങനെ കൂടുതലും ഉണ്ടാകും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്നാക്സ്, അത് ക്ലൂ തരാം. ചിക്കൻ്റെ സ്നാക്സാണ്. എല്ലാം ഉണ്ടല്ലോ, അപ്പം അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഷവർമ ഉറപ്പാ. മന്തി ഏതെങ്കിലും ഒന്നും. അത് സ്നാക്സ് ആണോ? മന്തി സ്നാക്സ് ആണ്. തെറ്റിപ്പോയി. ഏതെങ്കിലും ഒന്നും ഉറപ്പിച്ചു. ഇത് രണ്ടുമല്ല. വേറൊന്നും പറയാം. ലോഡൽ ഫ്രൈസ്. ആ മാർക്ക് രണ്ടുപേർക്കും. പക്ഷെ അതെന്റെ മനസ്സിൽ വന്നതാ. എന്റെ മനസ്സിൽ വന്നത്, പക്ഷെ എന്നാലും അങ്ങോട്ട് പോയില്ല. ഞാൻ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദിക്കട്ടെ. എനിക്ക് വീട്ടിലാണ് കൂടുതൽ നേരം ഇരിക്കാൻ ഇഷ്ടം, അതെനിക്ക് പുറത്ത് പോയി കറങ്ങാനാണ് എനിക്കിഷ്ടം? ഏതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം? എൻ്റെ ഒരു ഇതിൽ പറഞ്ഞ വീട്ടിലിരിക്കും. പുറത്ത് പോയി കറങ്ങാം. പാടല്ലോ. ഓക്കെ. പക്ഷെ അതിനകത്ത് പറഞ്ഞു എനിക്ക് വീട്ടിൽ കൂടുതൽ ഇരിക്കുന്ന ഇഷ്ടമല്ല. എനിക്കതാ ഇഷ്ടം. ജനതാക്ക് ഒരു പോയിന്റ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ. എൻ്റെ സ്കൂൾ ടൈം ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ ഇപ്പോഴും ബെസ്റ്റ് ഫ്രണ്ടാണ്, സ്കൂളിലും ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ആരാ? കുറേ പേരുണ്ട്. എന്നാലും കുറേ പേര് എപ്പോഴും ഗംഗ. ഓക്കെ, അത് കറക്റ്റാണ്. രണ്ടുപേരും പറഞ്ഞത്. ഓക്കെ, എനിക്കൊരു പോയി.
ഇഷാനത്തൊക്കെ ഒരു clue. രണ്ടുപേരും ഇങ്ങനെ ഇങ്ങനെ നിൽക്കുവാണ് ഗൈസ്. അപ്പോൾ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇത്തിരി വെറൈറ്റിയാണ്. പറ. ഓക്കെ, ഞാൻ ചോദിക്കാം. എനിക്ക് നിങ്ങളെ രണ്ടുപേരിൽ കൂടുതൽ ആരെയാണ് ഇഷ്ടം? അങ്ങനെയൊന്നും ചോദിക്കരുത്. അല്ല, ഇത് ഉത്തരം പറയണം. ചിലപ്പം രണ്ടുപേരെന്നായിരിക്കും, അല്ലെങ്കിൽ ഒരാളെന്നായിരിക്കും. അതെന്തുവാണ്? ഒരു ക്ലൂ താ. ക്ലൂ ഒന്നും പറ്റത്തില്ല. നിങ്ങളെ രണ്ടുപേരും അതിപ്പോ ഒരാളാണെങ്കിൽ അയാളെ കുറിച്ച് ഇത് പറ, അല്ലെങ്കിൽ രണ്ടുപേരും ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ. അപ്പൊ ക്ലൂ താ അങ്ങോട്ട്. കിട്ടത്തില്ലേ? ക്ലൂ എന്താ ചെയ്യാനാ? കോമഡിയാ. ഇഷാനത്ത. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോ ഞാനെന്താ പറയും? പറ. അല്ല, രണ്ടുപേരും ഒരേപോലെയാണ്. ക്യൂട്ട് ഷബി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യൂ. ചെയ്യൂ. ബൈ.